RSS അഖില ഭാരതീയ പ്രതിനിധി സഭയ്ക്ക് ഇന്ന് ബംഗളൂരുവിൽ തുടക്കമാവുകയാണ്. ശതാബ്ദി പൂർത്തീകരണ വർഷത്തിലെ പ്രവർത്തനങ്ങൾക്ക് 3 ദിവസത്തെ ബൈഠക് രൂപം നൽകും. രാവിലെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതും സർക്കാരിവാഹ ദത്താത്രേയ ഹൊസബളയും ഭാരതമാതാ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതോടെ യോഗത്തിന് തുടക്കമാകും. ബംഗ്ലാദേശിൽ ഹിന്ദു സമൂഹവും ഇതര ന്യൂനപക്ഷങ്ങളും നേരിടുന്ന പീഡനങ്ങളിൽ പരിഹാരം കണ്ടെത്തണമെന്നാവശ്യപ്പെടുന്ന പ്രമേയവും പ്രതിനിധി സഭ അംഗീകരിക്കും. ഗൗതം അനന്തനാരായണ വിവരങ്ങളുമായി ചേരുന്നു. ഗൗതം, എപ്പോഴാണ് തുടങ്ങുന്നത്? വിവരങ്ങൾ എന്താണ്? വീണ, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ അഖില ഭാരതീയ പ്രതിനിധി സഭയ്ക്ക് ഇന്ന് ബംഗളൂരുവിൽ തുടക്കമാകുമ്പോൾ അതിലേറ്റവും ശ്രദ്ധേയമാകുന്നത് സംഘത്തിന്റെ ശതാബ്ദി പൂർത്തീകരണ വർഷത്തിലെ പ്രവർത്തനങ്ങൾ ഈ 3 ദിവസത്തെ യോഗം കൃത്യമായി വിലയിരുത്തി അതിനൊരു രൂപരേഖ തയ്യാറാക്കുന്നു എന്നുള്ളതാണ്. സംഘത്തിന്റെ ശതാബ്ദിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് വരുന്ന ഒക്ടോബർ മാസത്തിലെ ഈ വർഷത്തെ വിജയദശമി മുതൽ അടുത്ത വർഷം 2026 വിജയദശമി വരെയുള്ള ഒരു വർഷമാണ്. ശതാബ്ദിയുമായി ബന്ധപ്പെട്ട് സംഘം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങാനും അതിൻ്റെ ശാഖകളുടെ എണ്ണം ഉൾപ്പെടെ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ പഞ്ചപരിവർത്തന ആശയം മുൻനിർത്തിക്കൊണ്ട് സമൂഹത്തിൽ നടത്തേണ്ടതായിട്ടുള്ള പ്രചരണങ്ങൾ, അങ്ങനെ വളരെ വിപുലമായ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി പൂർത്തീകരണ വർഷത്തിലെ പ്രവർത്തനങ്ങളാണ് ഈ 3 ദിവസത്തെ അഖില ഭാരതീയ പ്രതിനിധി സഭ പ്രധാനമായും ചർച്ച ചെയ്യുന്നതിനും അതിന് രൂപം നൽകുന്നതും. ഒപ്പം മറ്റ് സംഘടനാപരമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് വാർഷിക റിപ്പോർട്ട് 2024-25 വർഷത്തെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള വാർഷിക റിപ്പോർട്ട് ഈ പ്രതിനിധി സഭയിൽ അവതരിപ്പിക്കും. അതോടൊപ്പം തന്നെ സംഘത്തിൻ്റെ മാത്രമല്ല രാഷ്ട്രീയ സ്വയംസേവക സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 32 വിവിധ ക്ഷേത്ര സംഘടനകളുടെ അധ്യക്ഷന്മാരോ അതല്ലെങ്കിൽ ഓർഗനൈസിംഗ് സെക്രട്ടറിമാരോ ഈ പ്രതിനിധി സഭയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അങ്ങനെ വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളുടെ 2024-25 വർഷത്തെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകളും ഈ അഖില ഭാരതീയ പ്രതിനിധി സഭയിൽ നടക്കും. സാധാരണയായി സംഘത്തെ സംബന്ധിച്ച് ഒരു വർഷം 2 പ്രധാനപ്പെട്ട ബൈഠക്കുകളാണ് നടക്കുന്നത്. ഒന്ന്, മാർച്ച് മാസത്തിൽ എല്ലാ വർഷവും നടക്കുന്ന അഖില ഭാരതീയ പ്രതിനിധി സഭ. ഇതാണ് സംഘത്തിൻ്റെ ഏറ്റവും പരമോന്നതമായ ബോഡി എന്നുള്ളത്. ഇത് കൂടാതെ പിന്നീട് ഒക്ടോബർ നവംബർ മാസങ്ങളിലോ നടക്കാറുള്ള അഖില ഭാരതീയ കാര്യകാരി മണ്ഡൽ ബൈഠക്കാണ്. അങ്ങനെ ഒരു വർഷത്തിൽ RSSന്റെ 2 പ്രധാനപ്പെട്ട യോഗങ്ങളിൽ ഒന്നാണ് അഖില ഭാരതീയ പ്രതിനിധി സഭ. ഇന്നിപ്പോൾ രാവിലെ 9 മണിക്ക് ബംഗളൂരുവിൽ RSSന്റെ മോഹൻ ഭാഗവത്, അത് സംഘത്തിൻ്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതും അതോടൊപ്പം തന്നെ സർക്കാരിവാഹ് ദത്താത്രേയ ഹൊസബളയും ഭാരത് മാതാ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതോടുകൂടിയാണ് ഈ 3 ദിവസത്തെ ബൈഠക്കിന് തുടക്കമാകുക. ഏതാണ്ട് 1500 പ്രതിനിധികൾ രാഷ്ട്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ 3 ദിവസത്തെ യോഗത്തിൽ പങ്കെടുക്കും. അഖില ഭാരതീയ പ്രതിനിധി ചുമതലയിലുള്ളവർ, അതുകൂടാതെ തന്നെ ക്ഷേത്രീയ പ്രാന്തീയ അധികാരികളും വിഭാഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട് എത്തുന്ന പ്രതിനിധികളും, അങ്ങനെ 1500 പ്രതിനിധികൾ. ഇതോടൊപ്പമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളുടെ ഓർഗനൈസിംഗ് സെക്രട്ടറിമാരും അധ്യക്ഷന്മാരും ഒക്കെ ഈ യോഗത്തിന്റെ ഭാഗമാകുന്നത്. വീണ. ഓക്കെ, ശരി ഗൗതം.